ഹായ്, ഇന്ന് നമ്മൾ നമ്മുടെ തോട്ടത്തിൽ വന്നേക്കുവാണ് കേട്ടോ. നമുക്ക് കുറച്ച് മുളക് പറിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറേ അധികം പറിച്ചു. ലാസ്റ്റായിട്ട് കുറച്ച് നമുക്ക് പറിക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചേട്ടനാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറിക്കാറുള്ളത്. വലിയ വലിയ കൊടികളിലൊക്കെ കയറി നിന്ന് പറിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഏണിയാണ്. ഏണി എന്ന് പറയുന്നത് കയറി നിന്നാണ് പറിക്കുന്നത്. കണ്ടോ, ഈ വിഷത്തിലൊക്കെയാണ് കേട്ടോ നമ്മൾ മുളക് പറിക്കാറുള്ളത്. കണ്ടോ, കാണുമ്പോൾ നല്ല വിചിത്രമായിട്ട് തോന്നാറുണ്ട് ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക്. എന്നാൽ ഹൈ റേഞ്ചുകാർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെല്ലാ വർഷവും തന്നെ ഇതിങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് അവർക്കത് വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്നെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ ഓരോ ജീവിത മാർഗ്ഗങ്ങളല്ലേ ഇതൊക്കെ. ഇത് കണ്ടോ, ഇത് ഏലത്തിനിടയ്ക്കൊക്കെയാണ് ഞങ്ങൾ കൊടിയൊക്കെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതുപോലെ തോട്ടത്തിലൊക്കെ വരുമ്പോൾ ഞാനും ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ വരാറുണ്ട്. ചെറിയ ചെറിയ ഹെൽപ്പിനൊക്കെ വേണ്ടിയാണ്. വലിയ മരങ്ങളിലൊന്നും കയറി ഞാൻ പറിക്കാറില്ല. എന്നെങ്കിൽ ചെറിയ ഇത് കണ്ടോ, ചെറിയ 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 കൊടികളൊക്കെ ഉണ്ട്, അതിലുള്ള മുളകൊക്കെ പറിച്ചെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചോട്ടിൽ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് പറിക്കാൻ താമസിച്ച കിളികളും അതുപോലെ അത് പഴുത്തതൊക്കെ ഒത്തിരി ചോട്ടിലൊക്കെ ചാടിക്കിടക്കും. അതൊക്കെ നമുക്കൊന്ന് പെറുക്കിയെടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതുണ്ടോ, അങ്ങനെ ഇതൊക്കെ ഞാൻ പെറുക്കിയെടുത്തതാണ്. ഒരു നല്ലൊരു ശതമാനം ഉണ്ടായിരുന്നു ചോട്ടിലൊക്കെ ചാടിക്കിടക്കുന്നത്. അതൊക്കെ പെറുക്കിയെടുത്തു. കുറേയൊക്കെ എനിക്ക് കൈയെത്തുന്നത് പുകത്തിലുണ്ടായിരുന്നൊക്കെ നമ്മൾ പറിച്ചു കൊടുത്തു. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ പണി ഇവിടെ ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഉതിർത്തിയെടുത്ത് ഇതുണ്ട് വെയിലത്ത് വിരിച്ചിട്ടിരിക്കുകയാണ്. വിരിച്ച് നല്ല കട്ടി കുറച്ച് നമ്മൾ വെയിലത്തിട്ട് നിരത്തിയിട്ട് ഒരു 2-3 ദിവസമൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ അത് നമുക്ക് ഉണങ്ങിക്കിട്ടും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ വെയിലത്തിട്ട് നമ്മൾ 2-3 ദിവസം നമ്മൾ വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഇത് കണ്ടോ, നമുക്ക് നല്ലൊരു പരുവത്തിലായിട്ട് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, 2-3 ദിവസമായപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി. ഇത് ഞാൻ കൂട്ടി വെച്ചപ്പോഴത്തേക്കും മക്കൾക്ക് ഇതൊക്കെ ഒന്ന് വാരി കളിക്കണമെന്ന് അവരുടെ ആഗ്രഹമല്ലേ. ഇതൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ഇത് നമുക്ക് സുലഭമായിട്ട് അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. എങ്കിൽ തന്നെ അവരൊക്കെ ഒന്ന് അതിലൊന്ന് ഇച്ചിരി നേരം കളിക്കട്ടെന്ന് വിചാരിച്ച് അവർക്കും അതിനുള്ള ഊഴം കൊടുത്തു. ഇത് നമ്മളെല്ലാം റെഡിയാക്കി നമുക്കിത് ചാക്കിലത് വാരി നമുക്ക് ഭദ്രമായിട്ട് കാറ്റൊക്കെ കയറാതെ വെക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ.